ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ? പക്ഷേ പഴംപൊരി നമ്മൾ മൈദ ചേർത്തിട്ടല്ല, ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്കവരും തന്നെ പഴംപൊരി മൈദ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയാൽ നല്ലതാണോ, ടേസ്റ്റ് ഉണ്ടോ, മൈദയുടെ അത്രയും സോഫ്റ്റ് ആവുമോ എന്നൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഒരിക്കലും മൈദ ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കില്ല, എപ്പോഴും ഗോതമ്പ് പൊടി വെച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് അറിയാനൊന്നുമില്ല. സാധാരണ നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ മൈദ ഉപേക്ഷിച്ച് ഗോതമ്പ് പൊടി വെച്ച് പഴംപൊരി ഉണ്ടാക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണുക.